ഹരേ കൃഷ്ണ. സാക്ഷാൽ വിശ്വവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ, വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ആ കൃപാകടാക്ഷം കൊണ്ട് 8ാമത്തെ അധ്യായവും നമ്മളൊന്ന് വിചാരം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു. ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് ചെയ്യിച്ചു. ഇനി അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിക്കുവാനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ അഷ്ടമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ വ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതഃ തം ദൃഷ്ട്വാ പരമപ്രീതഃ പ്രത്യുത്ഥായ കൃതാഞ്ജലിഃ ആനർച്ചാഥോക്ഷജധിയാ പ്രണിപാതപുരസ്സരം സൂപവിഷ്ടം കൃതാതിഥ്യം ഗിരാസോ നൃതയാ മുനിം നന്ദയിത്വാബ്രവീദ് ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമകിം മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിത് ജ്യോതിഷാമയനം സാക്ഷാദ്യത്തജ്ഞാനമതീന്ദ്രിയം പ്രണീതം ഭവതായേന പുമാൻ വേദപരാവരം ത്വം ഹി ബ്രഹ്മവിദാം ശ്രേഷ്ഠ സംസ്കാരാൻ കർത്തുമർഹസി ബാലയോരനയോർനൃണാം ജന്മനാ ബ്രാഹ്മണോ ഗുരു. ഗർഗ ഉവാച. യദൂനാമഹമാചാര്യ ഖ്യാതശ്ച ഭുവി സർവതഃ സുതം മയാ സംസ്കൃതം തേ മന്യതേ ദേവകീ സുതം കംസഃ പാപമതിസഖ്യം തവ ചാനകദുന്ദുഭേ ദേവക്യാഷ്ടമോ ഗർഭോ ന സ്ത്രീ ഭവിതുമർഹതി ഇതി സഞ്ചിന്തയൻ ശ്രുത്വാ ദേവക്യാദാരികാവച അപി ഹന്താഗതാശങ്കസ്തർഹി തന്നോനയോ ഭവേത്. നന്ദ ഉവാച. അലക്ഷിതോസ്മിൻ രഹസി മാമകൈരപി ഗോവ്രജേ കുരുദ്വിജാതി സംസ്കാരം സ്വസ്തി വാചനപൂർവകം. ശ്രീശുക ഉവാച. ഏവം സംപ്രാർത്ഥിതോ വിപ്രഃ സ്വചികീർഷിതമേവ തദ് ചകാര നാമകരണം ഗൂഢോ രഹസി ബാലയോഃ. ഗർഗ ഉവാച. അയം ഹി രോഹിണീ പുത്രോ രമയൻ സുഹൃദോ ഗുണൈഃ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാദ് ബലം വിദോ യദോ നാമ പൃഥക് ഭാവാദ് സംഘർഷണമുശന്ത്യുത ആസൻവർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃഹ്ണതോനുയുഗം തനോഃ ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം യതഃ പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജഃ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാസം പ്രചക്ഷതേ ബഹൂനി സന്തി നാമാനി രൂപാണി ച സുതസ്യ തേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഃ ഏഷവശ്രേയാഥാസ്യത് ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യഥ പുരാണേന വ്രജപതേ സാധവോദസ്യുപീഡിത അരാജകേ രക്ഷ്യമാണ ജിഗ്യുർദസ്യോൻസമേധിത യ ഏതസ്മിൻ മഹാഭാഗ പ്രീതിം കുർവന്തി മാനവാ നാരയോഭിഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാനി വാസുര തസ്മാന്നന്ദാത്മജോയം തേ നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്യാനുഭാവേന ഗോപായ സ്വസമീഹത സമാഹിത ഇത്യാത്മാനം സമാദിശ്യ ഗർഗേ ച സ്വഗൃഹം ഗതേ നന്ദഃ പ്രമുദിതോ മേനെ ആത്മാനം പൂർണ്ണമാശിഷാം കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹ പാണിഭ്യാം ലിംഗമാണൗ വിജഹ്രതു താവഘ്രയുഗ്മമനുകൃഷ്യ സരീസൃപന്തൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യ ലോകം മുഗ്ധപ്രഭീതവതുപയേതുരന്തിമാത്രോഃ തന്മാതരൗ നിജസുതൗ ഘൃണയാ സ്നുവന്ത്യൗ പങ്കാംഗരാഗരുചിരാവുപഗുഹ്യദോർഭ്യാം ദത്വാ സ്തനം പ്രപിബതോ സ്മ മുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതാൽപദശനം യയതോ പ്രമോദം യർഹ്യംഗനാ ദർശനീയ കുമാരലീലാവന്തർവ്രജേ തദബലാഃ പ്രഗൃഹീതപുച്ഛൈ വത്സൈരിതസ്തത ഉഭാവനുകൃഷ്യമാണൗ പ്രേക്ഷ്യന്ത ഉജ്ജിതഗൃഹാ ജഹൃഷുർഹസന്ധ്യഃ
ശൃംഗ്യഗ്നിദം ശ്യസി ജലദ്വിജകണ്ഠകേഭ്യ ക്രീഡാപരാവതിചലൗ സ്വസുതൗ നിഷേദ്ധും ഗൃഹ്യാണി കർത്തുമപി യത്ര ന തജ്ജനന്യൗ ശേകാദാപദുരലം മനസോനവസ്ഥാം കാലേനാൽപേന രാജർഷേ രാമഃ കൃഷ്ണശ്ച ഗോകുലേ അഹൃഷ്ടജാനുഭിപ്പദ്ഭിർവിചക്രമധുരഞ്ജസാ തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യേർവ്രജബാലകൈ സഹ രാമോ വ്രജസ്ത്രീണാം ചിക്രീഡേ ജനയന്മുദം കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാരചാപലം ശൃണ്വത്യാ കില തന്മാധുരിതി ഹോജുഃ സമാഗതാ വത്സാൻ മുഞ്ജൻ ക്വചിദാ സമയേ रोषसंजातः सस्तेयं स्वाद्यत्यथ दधिपयः कल्पितैस्तेययोगैः मर्क्यान् भोक्ष्यन् विभजति स चेन्नात्तिभाण्डं भिनत्ति द्रव्यालाभे स गृहकुपितो यात्युपक्रोश्यतोकान् हस्ताग्राह्ये रचयति विधिं पीठकोलूखलादिच्छिद्रं ह्यन्तर्निहितवयुनः शिक्यभाण्डेषु तद्वित् ध्वान्तागारे धृतमणिगणं स्वाङ्गमर्थप्रदीपं काले गोप्यो यर्हि गृहकृत्येषु सुव्यग्रचित्ताः एवं धाष्ट्यान्युष्यति कुरुते मेहनादीनि वास्तौ स्तेयोपायैर्विरचितकृतिः सुप्रतीको यथास्ते इत्थं स्त्रीभिः सभयनयन श्रीमुखालोकिनीभिर्व्याख्यातार्था प्रहसितमुखी न ह्युपालब्धुमैच्छत् एकदा क्रीडमानास्ते रामाद्या गोपधारका कृष्णो मुदं भक्षितवानिति मात्रे न्यवेदयन् सा गृहीत्वा करे कृष्णमुपालभ्य हितैषिणी यशोदा भयसम्भ्रान्तप्रेक्षणाक्षमभाषत कस्मान्मृतमदान्तात्मन् भवान् भक्षितवान् रः वदन्ति तावका ह्येते कुमारास्ते ग्रजोऽप्ययम् श्रीकृष्ण उवाच नाहं भक्षितवानम्ब सर्वे मिथ्याभिशंसिनः यदि सत्यगिरस्तर्हि समक्षं पश्य मे मुखं यद्येवं तर्हि व्यादेहीत्युक्तः स भगवान् हरि व्यादत्ताव्याहतैश्वर्यः क्रीडामनुजबालकः सा तत्र ददृशे विश्वं जगत्स्थास्नुजखं दिशः साद्रिदीपाब्धिभूगोलं सवायुवग्नीन्तु तारकं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ज्योतिश्चक्रं जलं तेजो नभस्वान्वियदेव च वैकारिकाणि इन्द्रियाणि मनोमात्रागुणास्त्रय एतद्विचित्रं सहजीवकालस्वभावकर्माशयलिङ्गभेदं सूनोस्तनौ वीक्ष्य विदारितास्ये व्रजं सहात्मानमवापशङ्कां किं स्वप्ने एतदुददेव माया किं वा मदीयो बद बुद्धिमोह अथो अमुष्यैव ममार्भगस्य यः कश्चन उल्पत्तिकात्मयोगः अथो यथावन्न वितर्कगोचरं चेतो मनः कर्मवजोभिरञ्जसा यदाश्रयं येन यतः प्रतीयते सुदुर्विभाव्यं प्रणतास्मि तत्पदम् अहं ममासौ पतिरेष मे सुतो व्रजेश्वरस्याखिलवित्तपासते गोप्यश्च गोपाः सह गोधनाश्च मे यन्माययेत्थं कुमतिः स मे गति इत्थं विदिततत्त्वायां गोपिकायां स ईश्वरः वैष्णवीं व्यतनोन्मायां पुत्रस्नेहमयीं विभो सद्यो नष्टस्मृतिर्गोपी सारोप्यारोहमात्मजं प्रवृद्धस्नेहकलिलहृदयासीद्यथा पुरा त्रय्या चोपनिषद्भिश्च साङ्ख्ययोगैश्च सात्वदैः उपगीयमानमाहात्म्यं हरिं सामन्यतात्मजं राजोवाच नन्दः किमकरोद्ब्रह्मन् श्रेय एवं महोदयं यशोदा च महाभागा पपौ यस्यास्तनं हरि पितरौ नान्वविन्देदां कृष्णोदारार्भके हितं गायन्त्यद्यापि कवयो यल्लोकशमलापहं श्रीशुक उवाच द्रोणो वसूनां प्रवरो धरया सह भार्यया करिष्यमाणादेशान् ब्रह्मणस्तमुवाचः जातयोर्नौ महादेवे भुवि विश्वेश्वरे हरौ भक्ति स्यात् परमालोके ययाञ्जो दुर्गतिं तरेत अस्त्वित्युक्तः स भगवान् व्रजे द्रोणो महायशः जज्ञे नन्द इति ख्यातो यशोदा साधराभवद
തതോ ഭക്തിർഭഗവതി പുത്രീഭൂതേ ജനാർദ്ദനെ ദമ്പത്യോർനിതരാമാസീത് ഗോപഗോപീഷു ഭാരത കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തും വ്രജേ വിഭോ സഹ രാമോ വസംശ്ചക്രേ തേഷാം പ്രീതിം സ്വലീലയാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വിശ്വരൂപദർശനനാമ അഷ്ടമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ നവമോധ്യായഃ. ശ്രീശുക ഉവാച ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധീം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇനി അടുത്തത് നമുക്ക് 9ാമത്തെ അധ്യായമാണ്. അത് ഭഗവാന്റെ അടുത്ത സുന്ദരമായ ഒരു ലീലയാണ്. 9ാമത്തെ അധ്യായം ഉലൂഖല ബന്ധനം. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഇതുവരെ ഈ ഉള്ളവളെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും എൻ്റെ ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ, അവിടുന്ന് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.